അടിയന്തര ഘട്ടത്തില് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, എമർജൻസീസ് എപ്പോഴാണ് അറൈസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവും, ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന നേരത്തായിരിക്കും. അപ്പോൾ സ്പോട്ടിൽ ഇത് ചെയ്യാൻ അറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഏതായാലും നമ്മുടെ റിയൽ ലേണേഴ്സ് ടീമിന്റെ കീഴിൽ നമ്മൾ ഏതായാലും ഇത്തരത്തിലൊരു അടിയന്തര എമർജൻസി ഇതിനെ കുറിച്ച് നമ്മളൊരു ക്ലാസ് നടക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് മുഹമ്മദ് മുണ്ടമ്പ്ര, ട്രോമ കെയറിന്റെ ട്രെയിനറാണ്. അദ്ദേഹത്തെ വളരെ വലിയ ഒരു കയ്യടിയോട് കൂടി നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ അതുപോലെ നൌഷാദ് അറിയപ്പെടുന്ന ഒരു ഫിസിക്കൽ ട്രെയിനറാണ്. ഇന്ന് അദ്ദേഹമാണ് നമുക്ക് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമ്മുടെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ട്രോമ കെയറിന്റെ ട്രെയിനർ പ്രിയപ്പെട്ട മുഹമ്മദ് മുണ്ടമ്പ്ര അവരുടെ വളരെ വലിയ കയ്യടിയോട് കൂടി സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷമുണ്ട് ഇതുപോലുള്ളൊരു കൂട്ടായ്മ കാണുമ്പോ. ആരോഗ്യത്തിന് മറ്റ് എന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഏറെ ചിന്താശേഷി ഉള്ള ആളുകളുടെ ലക്ഷണമാണ്. അതൊക്കെ പറയാന്നല്ലാതെ ആരും പ്രവർത്തിക്കാറില്ല. ഞാൻ വരുമ്പോ നിങ്ങള് ഇവിടെ ആരും കാണാനില്ല. പിന്നെ ആ ഒന്നിച്ചുള്ള വരവൊക്കെ കണ്ടപ്പോ വലിയൊരു സന്തോഷം തോന്നി. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ പ്രത്യേകിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മളെ ഇന്നത്തെ ഒരു വിഷയം, ഇത്ര ആളുകളെയും നിങ്ങളെ ഊർജ്ജസ്വലതയൊക്കെ കാണുമ്പോ ഇത് കുറച്ചും കൂടെ സൈലന്റ് ആയ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാല് ഞാൻ പറയും നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നുള്ളതല്ല. ഞാൻ പറയും നിങ്ങളും പറയണം, ഞാൻ ചോദിക്കും നിങ്ങളും ചോദിക്കണം. ഈ ചോദിക്കും എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾക്കൊരു മുഷിപ്പാ. കാരണം പക്ഷെ ഇവിടെ മുഷിപ്പ് വേണ്ട. ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ല, ഒരാളോട് മാത്രമേ ചോദിക്കാവുന്ന രീതി എനിക്കില്ല. അതാർക്കും ഇഷ്ടം ഉണ്ടാവില്ല, അല്ലല്ലോ, എനിക്കും ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾ ഉള്ള സമയങ്ങൾ എന്റെ കൂടെ വേണം. എപ്പോഴും നിങ്ങൾ പറയുമ്പോ അവസാനിപ്പിക്കൂ. അതാണ് ഇപ്പൊ എന്നെ വലിയ അസഹ്യാണ്. ഇത് എത്ര കണ്ട് പ്രായോഗികമെന്ന് എനിക്ക് അറിയില്ല. അപ്പോ ഞാന് CPR പ്രാക്ടീസ് ചെയ്യാനുള്ള ഡമ്മിയും കാര്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ കാലാവസ്ഥയിൽ CPRക്ക് ഒന്നും പോണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. നമ്മളിപ്പോ പബ്ലിക്കിലുള്ളത്, പബ്ലിക് ജീവിക്കുന്ന ആളുകളുമാണ്. നമ്മൾ റോഡിലോ അല്ലെങ്കിൽ ഈ പരിധിയിൽ എവിടെ നിൽക്കുമ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. നിറയെ ആളുള്ള ഒരു വലിയ ബസ് അങ്ങോട്ട് മറഞ്ഞു. നിറയെ ആളുള്ള വലിയൊരു ബസ് അങ്ങോട്ട് മറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? അന്തം വിട്ടിങ്ങനെ കൊല്ലേ? ഇപ്പോ ഞാൻ ചോദിച്ചിട്ട് 10 സെക്കൻഡ് ആരും ഒന്നും പ്രതികരിച്ചില്ല. രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. നല്ലൊരു മനസ്സാണ്, അംഗീകരിക്കുന്നു 100%. ഓക്കെ, നല്ല മനസ്സാണ്, രക്ഷപ്പെടുത്താൻ ശ്രമിക്കൂ. എന്ത് ചെയ്യുന്ന ചോദ്യം എല്ലാവർക്കും പറയാം. എല്ലാരും പറഞ്ഞാൽ ഞാൻ കേൾക്കും, എല്ലാരും ഞാൻ കാണും. എന്റെ രീതി അങ്ങനെയാണ്. നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ഓരോരുത്തരും ഞാൻ കാണുന്നുണ്ട്. സൂര്യന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ ചെയ്യാ? വലിയൊരു ബസ്സാണ്, നിറയെ ആളുണ്ട്. പിന്നെ എന്താണ് ആവശ്യം? നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ആർക്കും പറയാ, നിങ്ങളോണ്ടല്ലേ ചോദ്യം, പൊതുവായിട്ട് നിങ്ങൾക്കും പറയാ. ചോദിച്ചവരോണ്ട് ഉത്തരം പറഞ്ഞോട്ട് ഇടങ്ങാറാക്കുന്ന പരിപാടി എനിക്കില്ല. എല്ലാവർക്കും പറയാം, ജീവൻ രക്ഷപ്പെടുത്തും. നിങ്ങളായിട്ട് എന്ത് ചെയ്യൂ? അതിലുള്ള ആൾക്കാരെ മുഴുവൻ നമ്മളോ? കഴിയാവുന്നിടത്തോളം നമ്മൾ തന്നെയാണോ? ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ സമൂഹത്തിന്റെ ഒരു അപര്യാപ്തതയാണ്, അല്ലേ? നമ്മള് ഇങ്ങനെ റോട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ എന്ത് ചെയ്യണം? നമുക്ക് സമയം കുറച്ച് കഴിഞ്ഞു, പക്ഷെ ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കുറവ്. ഇവിടുന്ന് ഒരു ഉത്തരം വന്നിട്ടുണ്ട്. എമർജൻസി കോച്ച് ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കും കേട്ടോ. അഭിനന്ദിക്കാൻ ആരും മടിക്കണ്ട. നല്ലത് കണ്ടാൽ, നല്ലത് ചെയ്താൽ, നല്ല ഉത്തരം പറഞ്ഞാൽ അഭിനന്ദിക്കുക എന്നുള്ളത് അത് അവരെ അളവല്ല, നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ് അളക്കണത്. അതുകൊണ്ട് ആരും മടിക്കണ്ട. ഓക്കെ, എമർജൻസിയെ ഏതാണ് എമർജൻസി? എങ്ങനെ വിളിക്കൂ? ഫയർ ആൻഡ് റെസ്ക്യൂ. ഗുഡ്. വേറെ പോലീസിനെ വിളിക്കൂ. ഓക്കെ, ശരിയാ.
ആംബുലൻസ് എന്താ എത്ര വൈകിപ്പോയി? ആദ്യം എന്താ വിളിക്കണ്ടേ? ഉറപ്പല്ലേ? എന്താ ഇപ്പൊ ഒരു 5 മിനിറ്റ് നമ്മൾ കഴിഞ്ഞാൽ എന്താ വിളിക്കാഞ്ഞ്? അങ്ങനെയാണ്. അതാണ് അത്ര വലിയ സാഹചര്യം. മറന്നുപോയി. മറന്നതല്ല, ധാരണന്റെ ഒരു കുറവാണ്, ഇതുപോലത്തെ ചർച്ചകളുടെ കുറവാണ്. അതിലേക്ക് വരുമ്പോ കാര്യങ്ങൾ മനസ്സിലാക്കൂ അല്ലേ? അതാണ് ആംബുലൻസ് വിളിക്കും. ഓക്കെ, 3 ഉത്തരം ക്ലിയർ ആണ്, ആവശ്യമാണ്. ഓക്കെ, ആംബുലൻസിന്റെ ഇത് കുട്ടികളോട് ചോദിക്കാൻ നിങ്ങളോട് ചോദിക്കാൻ തെറ്റിദ്ധാരണ ഉണ്ടായത് പൊതുവായിട്ടൊരു രീതിയും ശീലമുണ്ട്. ആ രീതിയിൽ അങ്ങോട്ട് പോണാണ്. അതുകൊണ്ട് ആരും ചെറുതായി കിടങ്ങാൻ ധാരണ വേണ്ട. എന്നെക്കാളും കഴിവും ശേഷിയും സാമർഥ്യവുമുള്ള ആളുകളാണ് മഹാപുരുഷ ഇരിക്കുന്നത്. നിങ്ങളെ കുറിച്ച് എനിക്കറിയാം, കൃത്യമായ ബോധ്യമുണ്ട്. ഇത് നമ്മൾ ടീം നിൽക്കൊരു ചർച്ചയാണ്. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ആംബുലൻസിന്റെ നമ്പർ ഏത് വിളിക്കും? ഗോഷ് 108 എല്ലാവർക്കും അറിയാലോ. അതറിയാത്ത പഞ്ചായത്ത് മെമ്പർമാരെ ഉൾപ്പെടെ എനിക്കറിയാം. അത് അവരെ ചെറുതാക്കിയല്ല, ഇത് എന്തിനില്ലാന്ന് പോലും സമൂഹത്തിൽ വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല ആംബുലൻസ്. അതോടൊപ്പം എത്ര പേര് അടുത്തുണ്ടാവും നമ്മളെ നാട്ടിലെ പ്രൈവറ്റ് ആംബുലൻസിന്റെ നമ്പറുകൾ? എത്ര ആളെടുത്തുണ്ടാവും? ഉണ്ടോ? ശേഖരിച്ചു വെക്കണോ? അത് മലയാളികൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്താ? എല്ലാം സംഭവിക്കാനുള്ളതാണ്, പക്ഷേ നമുക്ക് ബാധകമല്ല. നമ്മളെ വീട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടായാല് വിളിക്കാൻ നമ്പർ ശേഖരിച്ചു ഉണ്ടാവൂല. നമ്മൾ മുൻവിധിയാണ്, അവിടെയാണ്. പിന്നെ വേറെന്ത് ചെയ്യോ? 3 ടീമിനെ വിളിക്കൂ. വേറെ എന്തെങ്കിലും പറയാണ്ടോ? വേറെ എന്ത് ഉത്തരം ഉണ്ടോ? വലിയൊരു ബസ്സാ പറഞ്ഞാൽ നിറയെ ആളുണ്ട്. ഉണ്ടോ? നിങ്ങൾ പറയണോ? നമ്മളെ സമയം പോവാ. ഓരോ രോഗിയായിട്ട് ഇറക്കുക. അതിനാദ്യം എന്ത് വേണം? ഇറക്കണമെങ്കിൽ വേറെ പറ്റിയ ആൾക്കാർ ആരാണ്? പിന്നെ വലിയൊരു ദുരന്താണ് കേട്ടോ. ഒരു ബസ് നിറയെ ആളുള്ളൊരു ബസ് മറിഞ്ഞു തരണാല് അത്തരം സൈഡ് വിളിക്കേണ്ട വേറെ നമ്പർ ഉണ്ട്. 112 കൺട്രോൾ റൂമിലേക്കുള്ള നമ്പറാണ്. ആ നമ്പറിൽ വിളിച്ചാൽ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് ഇതിന്റെ ഒക്കെ കോർഡിനേഷൻ അവര് ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇന്ന സ്ഥലത്ത് ഈ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അതില് അതാണ് എമർജൻസി നമ്പറിന്റെ പ്രത്യേകത. അതാണ് ഈ നമ്മളിപ്പോ പറഞ്ഞ നമ്പറൊക്കെയാ. നെറ്റ്വർക്ക്, പിന്നെ ഫ്രീ കോൾ നമ്പർ, ടോൾ ഫ്രീ നമ്പർ, അതിലേക്ക് വിളിച്ചാൽ ബാക്കി കാര്യം അവര് ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപകടത്തിന്റെ സ്വഭാവം, അപകടത്തിന്റെ വ്യാപ്തി, അതുപോലെ മണ്ണിടിച്ചില്, ബോട്ട് മറിഞ്ഞതുപോലുള്ള കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം സാഹചര്യം ആവുമ്പോ അവിടേക്ക് സാധാരണ അവിടേക്ക് വണ്ടി എത്താൻ പറ്റുന്ന റോഡ് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതുകൂടി നിങ്ങൾ ആ വിവരത്തില് അറിയിച്ചു കൊടുക്കണം. എന്തുകൊണ്ട്? ആ റൂട്ടിലൂടെ വരും, പക്ഷെ അങ്ങോട്ട് അടുക്കാൻ കഴിയൂല. ഒരു മണ്ണിടിച്ചിട്ട് റോഡ് ആദ്യം ബ്ലോക്കാണ്. സാധാരണ ഉള്ള റൂട്ട്, ആ റൂട്ടാണ് അവരെ അന്വേഷിച്ച് വരിക. ആ റൂട്ടിലൂടെ അവര് വരും, പക്ഷെ അവർക്ക് അവിടേക്ക് അടുക്കാൻ കഴിയൂല. അതുപോലെ ഒരു ബോട്ട് പോയുള്ള ദുരന്തങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഏത് സൈഡിലാന്ന് കൂടി ഒരു നാട് പറയുമ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിഞ്ഞിട്ടുണ്ടാവുക. അതായത് മെസ്സേജുകൾ വ്യക്തമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ 108 വിളിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനത്തെ ഒരു കേസ്, 108 വിളിക്കുന്ന ഒരു കേസില് സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. എന്നാലും അല്ലെ, തേങ്ങ കൂട്ടിയിട്ട സ്ഥലം അല്ലെങ്കിൽ മണൽ കൂട്ടിയിട്ട സ്ഥലം ഒന്ന് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത് അല്ലെ. അത് പറഞ്ഞിട്ട് ധാരാളം സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഒരു പള്ളി അല്ലെങ്കിൽ ഒരു അമ്പലം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ ബസ് സ്റ്റോപ്പ്, ഇങ്ങനെ വ്യക്തത വരുത്തി കൊടുക്കുക. എന്നിട്ട് ആംബുലൻസുകാർക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുക എന്നുള്ളതാ. അപ്പൊ 112 ഓർത്ത് വെക്കുക. നിസ്സാര കേസിന് അല്ല. അപ്പോ ഈ 108 കാര്യം പറഞ്ഞപ്പോഴേ, ഈ 108 എപ്പോഴൊക്കെ വിളിക്കാൻ പറ്റും? ബസ് ഇവിടെ പറഞ്ഞെടുക്കണ്ട കേട്ടോ, അവർക്ക് തന്നെ വരണേ. നമുക്ക് 108 എപ്പോഴൊക്കെ വിളിക്കാൻ പറ്റും? നിങ്ങൾ പറയും. നിങ്ങളില്ലെങ്കിൽ ഞാനല്ല, ഞാൻ ഇപ്പൊ പോവും. എമർജൻസി എപ്പോഴാണ് എമർജൻസി? ഒരു ഉദാഹരിച്ച് പറഞ്ഞോളൂ. എനിക്കൊരു തോന്നല്, എനിക്ക് നല്ല നെഞ്ചുവേദന ഉണ്ട്, അത് അപകടം എനിക്ക് തോന്നി, അല്ല എന്റെ വൈഫിന് തോന്നി, അതിന് 108 വിളിക്കാൻ പറ്റുമോ? എന്റെ വീട്ടിൽ നിന്നാ പറ്റുമോ? അതന്നെയാണ് പ്രശ്നം. പറ്റണം.
നിങ്ങളെ വീട്ടിലൊന്നും ഞാൻ പറയില്ല, എന്റെ വീട്ടിൽ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഉദാഹരണങ്ങൾ പറയുമ്പോഴേ മോശപ്പെട്ട ഉദാഹരണങ്ങൾ പറയാൻ പാടില്ല എന്ന്. പക്ഷെ പഠിക്കാൻ വേണ്ടിട്ട് ചിലപ്പോ പറയേണ്ടി വരുമല്ലോ. അപ്പോ ഉദാഹരണം പറയുമ്പോ ഞാൻ പറയില്ല എന്താണ്, ഞാൻ ഇപ്പോഴും അവനാനെ പറഞ്ഞോളുണ്ട് അറിയില്ല. പണ്ടൊരാൾ ഉദാഹരണം പറഞ്ഞതാ, ഇപ്പൊ എന്റെ ബാപ്പ മരിച്ചെന്ന് കൂട്ടിക്കോ പറഞ്ഞ്, മറ്റേ പറയാം എന്റെ ബാപ്പയുടെ മരിച്ചത് പറഞ്ഞു. അവനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ വലിയ വേചാറാ. കാരണം എന്താ പറഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആയി പോവുമെന്ന്. ഞാൻ പിന്നെ എപ്പോഴും ഇന്നോട് പറയില്ല. എന്നാലും എന്റെ പെണ്ണുങ്ങൾ ചോദിച്ചു, എത്തങ്ങൾ പറയണത് ചോദിച്ചു. കിറുകൊണ്ട് സ്നേഹം കൊണ്ട് അങ്ങനെയാണ്. സ്നേഹം ഉണ്ടെങ്കിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ല, തിരക്കടില്ലല്ലോ അറിയില്ലേ. ആട്ടെ, അപ്പോ 108 വിളിക്കാം. ഒരാളൊരു മരത്തുനിന്ന് വീണു, 108 വിളിക്കാൻ പറ്റുമോ? വിളിക്കണം, അത് വിളിക്കാൻ കഴിയണം. പക്ഷെ ആളുകൾക്ക് അറിയില്ല എമർജൻസി അതിനുള്ളതാണ്. പല്ലുവേദന ഉള്ളതിനെ വിളിക്കൂല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അല്ലെ, വിളിക്കാൻ പാടില്ല. പിന്നെ വരുമെന്ന് നോക്കാൻ വേണ്ടി, സാമ്പിൾ നോക്കാൻ വേണ്ടി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ തിരക്കിട്ട് മൊബൈൽ നിൽക്കണം, എന്താ ചോദിച്ചാൽ വരുമോ നോക്കുകയാണ്. ആ രീതിയിലേക്ക് പോകരുത്. അപ്പൊ എമർജൻസി സിറ്റുവേഷനിൽ വിളിക്കാം, ഫ്രീ ആണ്, പൈസ പോലും കൊടുക്കണ്ട. നമ്മൾ ആവശ്യപ്പെടുന്ന ആശുപത്രിയിലേക്ക് അവൻ ബസ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ 3 നമ്പറുകൾ ധാരണയിലുണ്ട്, മുമ്പേ അറിയണതാണ്, ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. 112 മറന്നു പോകരുത്. വലിയ ദുരന്തമാകുമ്പോ വ്യക്തത കൊടുക്കുക. പിന്നെ ഇനി എന്തേ പറയണൊക്കെ കൊടുക്കാൻ വിളിക്കേണ്ട നിങ്ങൾക്ക് അറിവിലുണ്ടോ? ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് തരാം. തൊട്ടടുത്തുള്ള മെച്ചപ്പെട്ട ആശുപത്രിയിലേക്കും വിവരം അറിയിക്കുക. തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്കും. അതുകൊണ്ട് എന്തേ കാര്യമുണ്ടോ? അതാണ് ഞാൻ ഇവിടെ വരണ്ടില്ല. ഇവിടെ അറിയുന്ന ആളുകൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അല്ലെ. നൗഷാദ് ഭായി ഇവിടെ അതുക്കും മേലെ ഇവിടെ ഉണ്ട് താനും അല്ലെ. മെച്ചപ്പെട്ട ആശുപത്രികൾക്ക് വിവരം അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ എന്താ ചെയ്യല്? കുറെ നമ്മളെ സമൂഹം അങ്ങനെയാണ്. കാട്ടിക്കൂട്ടലുകളെ നടക്കുള്ളൂ. എന്നിട്ട് എന്താ ഉണ്ടാവുക? അവിടെ ചെല്ലുമ്പോ വിവരം അറിഞ്ഞിട്ടേ ഉണ്ടാവൂല. കാലിക്കറ്റ് എയർപോർട്ട് ദുരന്തത്തില് മരണസംഖ്യ കുറയാൻ പ്രധാന കാരണം എന്താ അറിയോ? വിവരം നേരത്തെ ആശുപത്രികളിൽ അറിഞ്ഞതുകൊണ്ടാ. അത് ഔദ്യോഗിക സംവിധാനത്തിലാണ് ഇത് സംഭവിച്ചത് കൊണ്ട് അവിടെ തന്നെ അതിന്റെ ആള് കൃത്യമായിട്ട് അത് കളക്ടർമാർക്ക് ആ രീതിയിൽ മെസ്സേജ് നീങ്ങിയത് കൊണ്ടും മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ പ്രധാന ആശുപത്രികളിലൊക്കെ വിവരങ്ങൾ നേരത്തെ അറിഞ്ഞ് പരിക്ക് പറ്റിയവരെയും ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഡോക്ടർമാര് റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്, വെൽക്കം അടിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിലോ അവിടെ ചെല്ലും, അവിടെ മാജിക് ഒന്നുമില്ലല്ലോ ആളുകൾ എണീച്ച് ഓടിക്കാന്. അപ്പൊ അതിനുള്ള സംവിധാനങ്ങളാവും. പിന്നെ ഇത്ര മുതിർന്ന ആളുകൾക്ക് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതില്ലേ ബുദ്ധികൂർമ്മ ഉള്ളവർക്ക് സൂചന മതി അല്ലെ. നമ്മളിനിപ്പോ എത്ര ചുരുക്കി പറഞ്ഞാലും ഇത് തീരാൻ, ഇന്ന് നമ്മൾ എത്ര നേരം ഇരുന്നാലും ഇത് തീരാൻ പോകുന്നില്ല. അപ്പൊ പറയുന്നത് ഇങ്ങനെ തീർത്ഥങ്ങൾ പോവുക, അതുകൂടി അറിയിക്കാം. ബസ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും നമ്മളായിട്ട്? ഓൽക്കോ വിവരം അറിയിച്ച നീ അവിടെ ഇരിക്കുക എന്നുള്ള നിലപാടാണോ? ആണോ? എന്ത് ചെയ്യും? രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തും? ആരെ നടത്തും? എപ്പോ നടത്തും? ഇവിടെ പറഞ്ഞു നേരത്തെ ഒരാൾ അല്ലേ, ഇറങ്ങിയിട്ട് ഉള്ളിലുള്ളവരൊക്കെ വിളിച്ച് പുറത്തേ അടിച്ചു. അതിന് ബസ്സൊക്കെ കയറാനോ ഒക്കെ ഡോറൊക്കെ താഴ്ഭാഗത്താ. ഗ്ലാസ് പൊട്ടിച്ചിട്ട് കൊടുക്കുവായിരുന്നല്ലേ. അങ്ങനെയൊക്കെയാണ് അല്ലേ. എന്നാല് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ചിന്തിച്ചൂടെ നമുക്ക്? രക്ഷാപ്രവർത്തന രംഗത്ത് ദുരന്തം വലുതാവട്ടെ ചെറുതാവട്ടെ, ഒന്നാമത്തെ സ്റ്റെപ്പ് സീൻ സേഫ്റ്റിയാണ്. അത് ആരും മറന്നു പോകാൻ പാടില്ല. എന്താണ് സീൻ സേഫ്റ്റി? രംഗസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാ. രംഗസുരക്ഷ ഉറപ്പാക്കുക. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കുക. നമ്മൾ അങ്ങോട്ട് ചെന്നാല് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അതിപ്പോ നമുക്ക് അറിയണ, നിങ്ങൾ പറഞ്ഞു തരണോന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. എത്രയോ ആളങ്ങനെ അപകടത്ത് ചാടാറുണ്ട്. ബസ് മറിഞ്ഞത് ഇലക്ട്രിക് പോസ്റ്റിനെ ഇടിച്ച് അതിലൂടെ മറിഞ്ഞത്. ഷോക്കിനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. ഒരു മതിലിലോ മരത്തിലോ ജാമായി നിൽക്കണം, കുറച്ച് 10 ആളും കൂടി അങ്ങോട്ട് കയറിയാലോ? ഇതിനൊക്കെ സാധ്യത. അതുകൊണ്ട് സീൻ സേഫ്റ്റി, ദുരന്തം ചെറുതായാലും ഒരാളെ കേസാണെങ്കിലും അത് ആരും മറന്നു പോവാൻ പാടില്ല. പിന്നെ അവിടെ ചെന്നിട്ടേ ഇങ്ങോട്ട് വരൂ, നിങ്ങളെ കൊണ്ടുപോകാന് ആംബുലൻസ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്താൽ അങ്ങനെയാ വേണ്ടത്? അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറയണത്. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? പരിക്കില്ലാത്തവരും ചെറിയ പരിക്കുള്ളവരും ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അത് ഗുണോ ദോഷോ? അതിങ്ങനെ ഒരു 2 ഗുണമുണ്ട്. ഒന്ന്, അവരെ എമർജൻസി ആയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതിന് നമ്മളെ സമയവും കൊണ്ടുപോകേണ്ട വാഹനവും നഷ്ടപ്പെടുത്തേണ്ടതില്ല.
രണ്ടാമത്തെ ഗുണം എന്താ? അവരുടെ ഇറങ്ങുന്നതോടുകൂടി രണ്ട് ഗുണം വേറുണ്ട്. അവിടെ നമുക്ക് അവർ കയറാനുള്ള സ്പേസ് ആയി. രണ്ടാമത്തെ കാര്യം, അവരിറങ്ങുന്നതോടുകൂടി തന്നെ അവിടെയുള്ള ആളുകൾക്കൊന്ന് ബ്രീത്തൊക്കെ കിട്ടി ഒരു കാറ്റും വെളിച്ചത്തോടുകൂടി തന്നെ പകുതി സമാധാനമായി. ഇതല്ലേ ശരി? പക്ഷെ സമൂഹം നടക്കുന്നത് എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. അയക്ക് തിക്കി തിരക്കി ഒന്നുമില്ല. മനുഷ്യത്വം പറഞ്ഞൊരു സംഗതി ഉണ്ട്, പക്ഷെ ലക്ഷ്യം ക്ലിയർ ആണ്, പക്ഷെ ഒരിക്കലും മാർഗം പിഴക്കാണ്. അതുകൊണ്ട് പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിലാണ് അപകടം വലുതാവുന്നത്. പക്ഷെ ആ ആളുകളെ മനസ്സും ആ ഇടപെടലും വിചാരിച്ചിട്ട് കരുതിയത് കൊണ്ട് മാത്രമാണ് ആരെയും അതിൽ കുറ്റപ്പെടുത്താതെ പോകുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എങ്ങനെ? അപ്പോ നമ്മളെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു. പിന്നെ നമ്മൾ കേരള സ്ഥലയിലെ ഗ്ലാസ് പൊട്ടിച്ച് അകത്തേക്ക് കയറുന്നു പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആ ഗ്ലാസ് പൊട്ടിക്കും, ഗ്ലാസ് എടുക്കാൻ പോകുന്നത് അകത്തേക്ക്. അകത്താളുണ്ടോ? ഉള്ളിലേക്ക് പരിക്കേറ്റാൻ സാധ്യത ഉണ്ടോ? ഉണ്ട്. നേരെ വെച്ച് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നത്? ആ വസ്തു അങ്ങോട്ട് കൊടുത്ത് അവര് അത് ചെയ്യുകയാണെങ്കിലോ പുറത്തേക്ക് വരും, പരിക്ക് പറ്റുമോ? പറ്റൂല. ഇതന്നെ ഇപ്പൊ ഇതിന്റെ ബസ്സിന്റെ ഉള്ളിൽ മാത്രമല്ല, ഹാമറൊക്കെ ബസ്സിന്റെ ഉള്ളിൽ കണ്ടില്ലേ ഗ്ലാസിന്റെ സൈഡിൽ. പക്ഷെ അപകടത്തിൽ പറ്റിയ ആൾക്ക് ആകെ വെപ്രാളും അല്ലെ, ഒന്നും പറ്റാത്തവനും ആകെ പേടിയായിരിക്കും. ഇതൊന്നും ഓർമ്മയിലും ചിന്തയിലും ഉണ്ടാവില്ല. അവിടെയാണ് നമ്മളെ ഒന്ന് ഇടപെട്ടുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ ഹാമർ ഇല്ലാത്ത ഒരു വാഹനമാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വസ്തു അങ്ങോട്ട് കൊടുക്കുക. ആ രീതിയിൽ, അതായത് ബന്ധപ്പെട്ടാൽ അബദ്ധം എന്നാണ്. നമുക്ക് എന്തൊക്കെയോ ചെയ്തു എന്നുള്ള സംതൃപ്തി ഉണ്ടാവും, ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തി എന്നൊക്കെ തോന്നുക. പക്ഷെ നേരെ വിപരീത ഫലമാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെ? പിന്നെ നമ്മൾ ആരെയാണ് ആദ്യം പരിഗണിക്കുക? ആരെ പരിഗണിക്കുക? പ്രായം ചെന്നവരെ, പിന്നെ കുട്ടികളെ, പിന്നെ സ്ത്രീകളെ, പിന്നെ അപ്പൊ ഞമ്മക്ക് ഇല്ലേ മെൻസന്മാർക്ക് എത്തില്ല. മെൻസന്മാരെ പതിലൊന്നും പെട്ടില്ല, ഒക്കെ ഒഴിവാക്കി ഞങ്ങള്. കഴിഞ്ഞോ? നമ്മളെ കാര്യം പോക്കാലേ, ഇന്ന പോലത്തെ ചെറുപ്പക്കാര്. ഇങ്ങനെ രാശിയുണ്ടല്ലോ, മുതിർന്നവരെ ആദരിക്കണം, കുട്ടികളെ കരുണ കാണിക്കണം, സ്നേഹിക്കണം, ഒക്കെ റെഡിയാ. പക്ഷെ ഒരു ദുരന്തമുഖത്ത് അങ്ങനെയല്ല. ദുരന്തമുഖത്ത് ആരെപ്പറ്റി വയസ്സന്മാരുള്ള തെരഞ്ഞെടുക്കുക, അല്ല ആരെ കുട്ടികളുടെ തെരഞ്ഞെടുക്കുക അല്ല. പിന്നെ തരേണ്ടത് തിരിച്ചാ. മേജർ ഇഞ്ചറി ആർക്കാണ് നാം നോക്കേണ്ടത്? വലിയ അപകടം. അത് കുട്ടികൾക്കും അല്ലെ ഗർഭിണിക്കും നോർമൽ ഒരാൾക്കും ഒരേ ഇഷ്യൂ ആണെങ്കിൽ അപ്പൊ പരിഗണിക്കണം ആരെയാണ്? മറ്റേ ആളെ, അല്ലെ? അബലായ ആളെ പരിഗണിക്കണം. കാരണം അവർക്ക് പ്രതിരോധശേഷി കുറയും. പക്ഷേ നമ്മൾ ആദ്യം നോക്കേണ്ടത് മേജർ ഇഞ്ചറി പറ്റിയത് ആർക്കാണ്, അവരെയാണ് പരിഗണിക്കേണ്ടത്. അതെങ്ങനെയാ? അത് ഏറ്റവും വലിയ ആദ്യം പരിഗണിക്കുന്ന ആളെ ഒരു ഉദാഹരണം പറയാൻ കഴിയോ? ബോധമില്ലാത്ത ആളെ. കാരണം ബോധം പോയാൽ കുറച്ചു കഴിഞ്ഞാല് അയാള് കൊണ്ടുപോകേണ്ടി വരില്ല, കുറച്ചു പേരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ബോധമില്ലാത്ത ആളെ, അതാണ് ഒരു ഏറ്റവും വലിയ ഡേഞ്ചർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാള്, ബോധമില്ലാത്ത ആള്. പിന്നെ ശക്തമായ ബ്ലീഡിംഗ് ഉള്ള ആളുകളെ അതിലേക്ക് വരാം. അതിന്റെ മുന്നേ പറയേണ്ടതുണ്ട്. ഇപ്പോ നല്ല ഹെഡ് ഇഞ്ചറി ഉണ്ട്, കാരണം അതിന്റെ വ്യാപ്തി നമുക്ക് അളക്കാൻ കഴിയില്ല. അത്തരം ആളുകളെ പരിഗണിക്കണം. പിന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ള ആളെ, ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആളെ. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ? നമുക്ക് തോന്നി എന്തെങ്കിലും അവരുടെ പെരുമാറ്റത്തിന്ന് അല്ലെ ഭാവവ്യത്യാസം തോന്നി, അത്തരം ആളുകളെ തോന്നിയാല് വിരല് പ്രസ് ചെയ്ത് പിടിച്ചാല് 2 സെക്കൻഡ് കൊണ്ട് അത് റിക്കവർ ആവും. അതാവുന്നില്ലെങ്കിൽ ആവശ്യമായ രക്തം ഇവിടേക്ക് എത്തുന്നില്ല. അപ്പൊ രക്തം ഉള്ളിൽ മിസ്സാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തൊടയല് പൊട്ടിയെന്ന് മനസ്സിലായ ആളെ പുറമേക്കൊന്നും കാണാനല്ല, പക്ഷെ ഇവിടെ ഒരു ഭാവവ്യത്യാസമുണ്ട്. അതെ, ഒന്ന് ഞെക്കി പിടിച്ചാൽ മതി, വിടുക. 2 സെക്കൻഡ് കൊണ്ട് റിക്കവർ ആവും. അത് ആദ്യത്തെ ലെവലിൽ തന്നെ വരും. ഒരു മാറ്റമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ രക്തം എത്തുന്നില്ല. അതിന്റെ അർത്ഥം ബ്ലഡ് എവിടേക്കെയോ മിസ്സായി പോകുന്നുണ്ട്.
അപ്പൊ നമ്മൾ കാണാൻ സ്ഥലത്ത് മിസ്സായി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. തുടയിൽ ഇവിടെ എന്തോ ഭാവവ്യത്യാസം തോന്നുന്നുണ്ട്. പുറമേക്കൊന്നും കാണാനില്ല, പക്ഷെ ഇവിടെ ചെറിയൊരു ഭാവവ്യത്യാസം തടിച്ചതുപോലെ അല്ലെങ്കിൽ എന്തോ വളവ് പോലെ നിങ്ങൾക്ക് എങ്ങനെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ പുറമേക്ക് രക്തം വന്നിട്ടില്ലെങ്കിൽ തുടയില് പൊട്ടി. ഏറ്റവും വലിയ ഏതാണ് നമ്മുടെ ശരീരത്തിലെ? തുടയില്. അതുപോലെ ഏറ്റവും വലിയ രക്തക്കൊഴലുള്ളത് തുടയിലിന് ചേർന്നാണ്. ഇത് കുത്തി കേറിയിട്ട് ഒരു 1.5 ലിറ്ററോളം രക്തം ഇവിടെ മിസ്സായി പോവാനുള്ള സാധ്യത പുറമേക്ക് കാണാണ്ടാവില്ല. അത് അയാളെ മരണത്തിന് കാരണമാവും. അത്തരം ആളുകളെയും നമ്മൾ വലിയ ദുരന്ത മുഖത്ത് പരിഗണിക്കേണ്ടതുണ്ട്. ആദ്യം പരിഗണിക്കേണ്ടത്. പിന്നെ വേറെന്തെങ്കിലും ചെയ്യണ്ട, വെള്ളം കൊടുക്കണ്ട. ആരും പറഞ്ഞില്ല, ഒരു ദയും ദസാവും ഇല്ലാത്ത ആൾക്കാർ ഞങ്ങളൊക്കെ. വെള്ളം കൊടുക്കണ്ട. ചോദ്യാണ് അതാണ്. എന്റെ നാട്ടില് ഞാൻ അരീക്കോടാ, മലപ്പുറം ജില്ലേന്റെ അറ്റത്താ. അരീക്കോട് നിന്ന് 35 കൊല്ലം മുമ്പ് ബസ് മഞ്ചേരിക്ക് പോവുകയാണ്. സമയത്ത് അതിരാവിലെ തന്നെ ഈ സമയം ഏകദേശം ആ സമയത്ത് ഒരു ബസ് നിറയെ ആളുള്ളൊരു ബസ് മറിഞ്ഞു. അവിടെ ചായ കച്ചവടം ചെയ്യുന്ന ഒരു കാക്ക ഉണ്ടായിനി. കാക്കാക്ക് ഇത് കണ്ടതിലുണ്ടല്ലോ സഹിച്ചില്ല. ഒരുപാട് ആളുകൾ പല സൈസും കൊണ്ട് ബോധമില്ലാത്തവരുള്ളവരൊക്കെ കിടക്കുന്നത്. കാക്ക ചായ ഉണ്ടാക്കാൻ പറ്റിനി ആക്കോ വെള്ളക്കൂടെ വെച്ചിട്ട് ഇറങ്ങിയിട്ട് ദയാണ് ഒരു തലക്കന്നായിട്ട് വെള്ളം കൊടുക്കൽ തുടങ്ങി. ബോധമില്ലവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ, ബോധമില്ലാത്തവർക്ക് തോനെ കൊടുത്ത്. കാരണം എന്താ, വേണ്ടാന്ന് പറയില്ലല്ലോ. മോട്ടർക്ക് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലാരും പിടിച്ചേൽച്ച് മഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാര് പരിശോധിക്കുമ്പോ 1-2 ആളെ വായിന്ന് മൂക്കുന്നൊക്കെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് വരികയുണ്ട്. ഡോക്ടർ ചോദിച്ചു, ബസ് പുഴയേക്കാണ് പറഞ്ഞത് ഇത് ചോദിച്ചു. അല്ല സാറേ, റോട്ടിൽ തന്നെയാണ് പറഞ്ഞത്. ആരെയും വെള്ളം കൊടുത്തു വെച്ച്. അപ്പോഴേക്ക് ഈ കാക്കി 1-2 ആളെ പിടിച്ചേൽച്ചാണ്ട് അവിടേക്ക് എത്തിയത്. അപ്പൊ ഇത് ചോദ്യം കേട്ടോ കാക്ക വിചാരിച്ചത് അഭിനന്ദിക്കാനാണ്. കാരണം അങ്ങനെയാണല്ലോ, വെള്ളം കൊടുത്ത് ആ മട്ടത്തിൽ തന്നെ കേട്ടോ. കാക്ക തമ്മിൽ ഞാനാണ് അറിഞ്ഞ് ഇങ്ങനെ ചെന്ന് അഭിനന്ദിക്കാനാന്ന് വിചാരിച്ച്. ഡോക്ടർ പറഞ്ഞ്, ഒരു പക്ഷെ ഈ 2 ആള് മരിച്ചത് നിങ്ങൾ വെള്ളം കൊടുത്തോണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ബോധമില്ലാത്താക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്, അനുവദിക്കരുത്, കൊടുക്കരുത്. മേജർ ഇഞ്ചറി ഉള്ള ആൾക്കും വെള്ളം കൊടുക്കരുത്. മേജർ ഇഞ്ചറി ഉള്ള ആൾക്ക് അത് ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അത് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോ അനസ്തേഷ്യ കൊടുക്കുമ്പോ അത് അപകടം ചെയ്യും, മരണത്തിന് കാരണമായേക്കാം ആ വെള്ളം കൊടുത്തത്. ഇനി അല്ലെങ്കിലോ അത്ര അത്യാവശ്യം അല്ലെങ്കിൽ നീട്ടി വെക്കും സർജറി. കാരണം ഈ വെള്ളം കൊടുത്തതിന്റെ പേരില് പിന്നെ ആ വേദനയും ബുദ്ധിമുട്ടുകൾ അധികം സഹിക്കാണ്, ചികിത്സ വഹിക്കുകയാണ്. അപ്പോ വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് പോയിട്ടുണ്ട്. ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർമാരായി പോയ ആളുകൾക്ക് പരിചയം ഉണ്ടാവും. പ്രത്യേകിച്ച് ഓപ്പറേഷന്റെ തലേ ദിവസം കണ്ടില്ലേ, ഒരു ചാർട്ട് കിട്ടും. അതിലുണ്ടാവും ഒരു ഭാഗത്ത് രാത്രി 9 മണിക്കോ 10 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഏതെങ്കിലും ഉണ്ടാവും വെള്ളമോ ഭക്ഷണമോ കൊടുക്കരുത് എന്ന്. ഇത് നമ്മളിവിടെ മുൻകൂട്ടി കാണുകയാണ്. എന്ത് ശസ്ത്രക്രിയ ആവശ്യമാവും അതുകൊണ്ട്. പക്ഷെ ഇയാൾ ആശ്വസിപ്പിക്കുക, ഇനി ഒരാൾക്ക് കൈക്ക് ബ്ലേഡ് എത്തുമ്പോത്തിന് വെള്ളം കുടിക്കണം, ഓപ്പറേഷൻ വേണ്ടി അയാളെ ബേജാറാക്കും വേണ്ട. പക്ഷെ ആ സാഹചര്യം മുൻകൂട്ടി കണ്ട് ആശ്വാസം വാക്കുവാൻ അതൊരു സെക്കൻഡ് ഉണ്ടാവും ഇല്ലേ. ആ ഭയത്തിൽ തൊണ്ട വരണ്ടു പോവും. നല്ല സമാധാന വാക്കുകൾ പറഞ്ഞാൽ തന്നെ അയാൾക്ക് കുറെ സമാധാനം, വെള്ളം കുടിക്കുന്നതിലേറെ നന്നാവും. പിന്നെ ചില ആളുകൾ എന്താ പറയുക, ഈ ബോധമില്ലാത്ത ആളുകൾക്കൊക്കെ വെള്ളം കൊടുത്ത് ഇങ്ങോട്ട് പിന്നെ അത് ലങ്സ് ഇല്ലേ, ഇവിടെ നേരം പറഞ്ഞല്ലോ ലങ്സിന് ബുദ്ധിമുട്ടാ, ലങ്സ് പോയിട്ട് ഇയാൾ മരിച്ചു. ഇവിടെ എന്താ അല്പം പറയുന്നത്, വെള്ളം കൊടുത്തോ ഇന്റെ ഈ കച്ചി കൊണ്ട് വെള്ളം കുടിച്ചാണ്ടാണോ മരിച്ചതെന്നാ പറയാ. വലിയ അഹങ്കാരം പറയും. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ ചങ്ങായി വെള്ളം കൊടുത്തിട്ടാണ് മരിച്ചത്. പറയിലെങ്ങനെ മറ്റേ ചേക്കാം. പക്ഷെ പണ്ടതൊക്കെ വലിയ വീരവാദം മുഴക്കേനി. ഇന്ന് നടക്കൂല. കാരണം ഇന്ന് ആളുകൾക്ക് അറിയാം ഇത് വെള്ളം കൊടുക്കൽ അപകടമാണ്. അതുകൊണ്ട് വെള്ളം കൊടുക്കരുത്, അനുവദിക്കരുത്. ഒരു വലിയ ദുരന്തത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഇടപെടൽ നടത്തേണ്ടത്, ഇങ്ങനെയാണ് കൈകാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് സംബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കും, സ്വീകരിക്കും, പരിഗണിക്കും. നിങ്ങൾ പറയും എന്തെങ്കിലും